ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപിന്റെ പേരിലുള്ള ആന്ത്രോത്ത് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പലാണ് സേനയ്ക്ക് കൈമാറിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയുടെ കരുത്തു കൂട്ടാൻ സഹായിക്കുന്നതാണിത്. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് നിർമ്മിച്ചത്. 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ രണ്ടാമത്തേതാണിത്. പ്രതിരോധ നിർമ്മാണ രംഗത്തെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മുന്നേറ്റമാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഏകദേശം 77 മീറ്റർ നീളമുള്ള കപ്പൽ ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് സംയോജനത്തിലൂടെ പ്രവർത്തിക്കുന്ന വലിയ യുദ്ധക്കപ്പലാണ്. ആധുനിക സാങ്കേതിക വിദ്യയുള്ള ലഘു ടോർപിഡോകളും ആഭ്യന്തരമായി വികസിപ്പിച്ച ആന്റി സബ്മറൈൻ റോക്കറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 80% കൂടുതലും ആഭ്യന്തര ഘടകങ്ങളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ അന്തർവാഹിനി യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചതെന്നും വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് ആന്ത്രോത്തിന്റെ നിർമ്മാണത്തെ കാണണമെന്ന നാവികസേന അഭിപ്രായപ്പെട്ടു. ശനിയാഴ്ചയാണ് പുതിയ അന്തർവാഹിനി യുദ്ധക്കപ്പൽ കൈമാറിയതെന്ന് ഇന്ത്യൻ നാവികസേന പുറപ്പെടുവിച്ച ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. നാവികസേനയുടെ തീരദേശ നിരീക്ഷണ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനായാണ് ASWSWC കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ യുദ്ധക്കപ്പലിനെ സവിശേഷമാക്കുന്ന നിരവധി പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി ദൗത്യം, തീരദേശ നിരീക്ഷണം, അന്തർവാഹിനി ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ, അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കൽ, തീരപ്രദേശങ്ങളെയും തുറമുഖങ്ങളെയും സംരക്ഷിക്കൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന ദൗത്യങ്ങൾ. രണ്ടാമതായി ആയുധങ്ങൾ. INS ആന്ത്രോത്ത് അത്യാധുനിക ആയുധശേഖരങ്ങളാൽ സമ്പന്നമാണ്. ഇതിൽ ടോർപിഡോകളും ആന്റി സബ്മറൈൻ റോക്കറ്റുകളും മൈനുകളും ഉൾപ്പെടുന്നു. കൂടാതെ ശത്രുക്കപ്പലുകളെയും ചെറുവിമാനങ്ങളെയും നേരിടാൻ ശേഷിയുള്ള 30 മില്ലിമീറ്റർ ഗണ്ണുകളും 12.7 മില്ലിമീറ്റർ റിമോട്ട് കൺട്രോൾഡ് ഗണ്ണുകളും ഇതിലുണ്ട്. സോണാർ സാങ്കേതികവിദ്യ. കപ്പലിൽ ഹൾമൗണ്ട് സോണാർ, ലോ ഫ്രീക്വൻസി വേരിയബിൾ ഡെപ്ത് സോണാർ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഇത് വെള്ളത്തിനടിയിലുള്ള ശബ്ദ തരംഗങ്ങൾ പ്രയോഗിച്ച ശത്രു അന്തർവാഹിനികളെയും മറ്റു വസ്തുക്കളെയും വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. വേഗതയും വലിപ്പവും. ഏകദേശം 77.6 മീറ്റർ നീളവും 10.5 മീറ്റർ വീതിയുമുണ്ട് ഈ അന്തർവാഹിനിക്ക്. ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് കോമ്പിനേഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണിത്. മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. ശബ്ദം പുറത്തുവിടാതെ പ്രവർത്തിക്കാനുള്ള ശേഷിയും അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും INS ആന്ത്രോത്തിനെ ശത്രു അന്തർവാഹിനികളുടെ പേടി സ്വപ്നമാക്കി മാറ്റുന്നു. ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കുന്നതിൽ ഈ യുദ്ധക്കപ്പൽ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആഴം കുറഞ്ഞ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതാണ് ഈ കപ്പലുകളുടെ പ്രധാന സവിശേഷത. INS ആന്ത്രോത്തിന്റെ രൂപകൽപ്പന പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചതാണ്. കപ്പലിന്റെ നിർമ്മാണത്തിൽ 80%-ലധികം തദ്ദേശീയ ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.